അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ സുന്നികൾ പറയണത്. അങ്ങനെ ചില ആളുകൾക്കൊരു വിശ്വാസമുണ്ട്. അള്ളാഹ് അറിയണതൊക്കെ അറിയടോ, പക്ഷെ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല. അള്ളാഹ് അറിയണ അള്ളാഹ്ക്ക് യാതൊരു നിലക്കുള്ള മാധ്യമങ്ങളിലേക്കും ആവശ്യമില്ല. ഇവരറിയണത് എങ്ങനെ? അതിനുപയോഗിക്കേണ്ടതായ ചില മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുലമായ ഖദ്ദസല്ലാഹ് 1973-74 പട്ടിക്കാട് ജാമിയ നുരിയുന്നൊരു അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞാൽ കൂടലങ്ങാടി അടുത്തുള്ള ഒരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ അണുമണി തൂക്ക ഈമാൻ എപ്പ പോണ ഇവിടുന്ന്. അന്ന് ഉസ്താദന്മാർ മുഴുവനും മൂപ്പരോട് പറഞ്ഞു ഇവൻ നല്ല കുട്ടിയാണ്. കോളേജ് കമ്മിറ്റിന്റെ ആളുകളൊക്കെ പറഞ്ഞു ഇവൻ നല്ല കുട്ടിയാണ്. അപ്പൊ അവരോടൊക്കെ പറഞ്ഞു ഞങ്ങൾ വരികൊണ്ടേക്കോളൂ, ഇതിനുള്ളിൽ പറ്റൂല. അവിടുന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവനൊരു ക്രിസ്ത്യാനിയായിട്ട് ഈ അബ്ദുൾ റസാഖ്, ഇത് ഫാദർ അൽവിനെ പറ്റിയല്ലോടോ പറയണത്, അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ ഒരുത്തനെ പറ്റിയ, അവൻ കോളേജിന്റെ മുന്നിൽ വന്നിട്ട് ഒരു ജീപ്പിന്റെ മുകളിൽ കയറിയിട്ട് സുവിശേഷ പ്രസംഗം നടത്തുകയാണ്. അപ്പൊ ഷെയ്ഖുനാനോട് പലരും ചെന്ന് പറഞ്ഞു ഷെയ്ഖുനെ പുറത്താക്കി അവൻ അതാ പിന്നെ ജീപ്പിന്റെ മേലെ കയറിയിട്ട് സുവിശേഷ പ്രസംഗം. അപ്പൊ ഷെയ്ഖുന പറഞ്ഞു എനിക്കടാ അന്ന് തന്നെ ഉറപ്പുള്ളൂ, അതുകൊണ്ടല്ലേ അവന്റെ ഹൃദയത്തിൽ ഈമാനില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഹൃദയത്തിലേക്ക് നോക്കി ഹൃദയത്തിൽ ഈമാനില്ല എന്ന് പറയാനുള്ള അതിന്റെ ചില മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ കൈവശമുള്ളവരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അവരെങ്ങനെ അത് കൈവശപ്പെടുത്തി എന്ന് ചോദിച്ചാൽ അത് ദിക്റുകളെ കൊണ്ട് മാത്രമാണ്. അത് ദിക്റു റുക്നുൻ ഖവിയ്യുൻ ഫീ തരീഖിൽ ഉസൂലി ഇലൽ ഹഖ് തആല. അല്ലാഹുവിലേക്ക് ചെന്നെത്തണോ? എന്താ ചെന്നെത്താന്ന് പറഞ്ഞാൽ ലൈസൽ മുറാദു ബിൽ ഉസൂലി ഇലല്ലാഹി ഇത്തിസാല ദാത്തി ബിദ്ദാത്ത്. അല്ലാഹുവിലേക്ക് ചെന്നെത്താന്ന് പറഞ്ഞാൽ അന്റെ ശരീരവും അല്ലാഹുവിന്റെ വിശുദ്ധമായ ദാത്തും തമ്മിൽ എന്തല്ല ചേർന്ന് നിൽക്കാന്നല്ല, ഈ മരിച്ചു പോകാന്നുമല്ല. അല്ലാഹുവിലേക്ക് ചെന്നെത്തുക എന്ന് പറഞ്ഞാൽ ബലിൽ മുറാദു ബിഹി മുശാഹദത്തു അസ്റാരി റുബൂബിയ്യത്തി വ ഫൈളാനുൽ മആരിഫിൽ ഇലാഹിയ്യ. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിന്യസിച്ചിട്ടുണ്ടോ. ഇത് ഈ ഇരുന്ന ഇരിപ്പിൽ നിന്ന് കടലിന്റെ അടിയിലുള്ളത് എന്താന്നുള്ളത് മനസ്സിലാക്കേണ്ടതായ ഒരു ഘട്ടം വന്നാൽ അതിനെ മനസ്സിലാക്കാൻ അതിന്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാനുള്ള ആ മാധ്യമം ഒരു മനുഷ്യന്റെ കയ്യിലെത്തുകയാണ്. ഫൈളാനുൽ മആരിഫിൽ ഇലാഹിയ്യ, മലവെള്ളം കുത്തിവഴുകി വരുന്നത് പോലെ അവന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമുകൾ അങ്ങനെ ചൊരിഞ്ഞു കൊടുക്കുക. ശരീഅത്തിന്റെ ഇൽമല്ലാത്ത മറ്റൊരു ഇൽമ് എന്നല്ല. അങ്ങനെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ശരീഅത്ത് വേറെയാണ്, ഞങ്ങൾ ഔലിയാക്കന്മാർ വേറെയാണ്, വേറൊരു കൂട്ടരാണെന്ന്. അങ്ങനെയല്ല, ശരീഅത്ത് ഉള്ളവനാണ് വലിയ എന്ന് പറഞ്ഞത്. അല്ലാത്തത് മുഴുവണ്ടല്ലോ, ഒന്നും അതിൽപ്പെട്ടതല്ല. ഇനി എവിടെ എത്ര വലിയത് കെട്ടിപ്പൊക്കി വലിയ പള്ളി കെട്ടിയാലും വലിയ സാധനങ്ങൾ കെട്ടി കുറെ ആളുകൾ അങ്ങോട്ട് പോയാലും അതൊക്കെ ശൈത്താന്മാർ തന്നെയാണ്. അത് എവിടെ ഉണ്ടായാലും ശരി, അതൊക്കെ കള്ളന്മാരാണ്, യാതൊരു സംശയമില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞില്ലേ, ലാ തഖൂലു കമാ യഖൂലു അഹ്ലു ഹാദിഹിൽ മുതസവ്വിഫ. ഈ സൂഫിയാക്കളാവുന്ന അഭിനയിച്ചുകൊണ്ടുള്ള ചില കള്ളന്മാരുണ്ട്, അവർ പറയുന്നത് പോലെ നിങ്ങൾ പറയരുത്. എന്താ? നഹ്നു അഹ്ലുൽ ബാത്തിൻ, ഞങ്ങൾ ബാത്തിന്റെ ആളുകളാണ്. ഞങ്ങൾ ചില സംഗതിയൊക്കെ ചെയ്യും, ചിലപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു നോൻപിന്, അതൊന്നും നിങ്ങൾക്ക് അറിയില്ല. അൻതും അഹ്ലുൽ ളാഹിർ, നിങ്ങൾ ളാഹിറിന്റെ ആളുകളാണ്, നിങ്ങൾ അങ്ങനെയൊക്കെ കുടിച്ചാൻ പാടില്ല കേട്ടോ. എന്ത് മണ്ണാൻ കെട്ടത്? ഇതാണോ ദീനെന്ന് പറഞ്ഞത്? ശരീഅത്തിനോട് യോജിക്കാത്ത ഏത് തരീഖത്തുണ്ടോ ആ തരീഖത്ത് മുഴുവനും തള്ളപ്പെടേണ്ടതെന്നാണ്. പിന്നെ അവിടെ മൗലൂദ് അയച്ചതുകൊണ്ടോ ദിക്ർ ചെയ്തതുകൊണ്ടൊന്നും കാര്യമില്ല. അത് അതിന്റെ ഷെയ്ഖ് അവൻ എങ്ങനെയാണോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഞാനിപ്പോ ആ വിഷയത്തിലേക്കൊന്നും കടക്കല്ല. പറയുകയാണെങ്കിൽ ഉണ്ടല്ല എല്ലാത്തിന്റെയും വേറെ അർത്ഥം പറയാൻ എനിക്ക് കഴിയും. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട ഈ ബദരീങ്ങൾ ഹാത്തിബ് ബിൻ അബീ ബൽതഅത്ത് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ അതൊക്കെ വലിയ വിഷയങ്ങളാണ്, ഞാനിപ്പോൾ അതൊന്നും വിശദീകരിച്ച് പറയല്ല. മനസ്സിലാക്കേണ്ട മാർഗത്തിൽ കൂടി നബി മനസ്സിലാക്കി. അങ്ങനെ നബി മനസ്സിലാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അടക്കമുള്ളതായ 3 ആളുകളെ വിളിച്ചു. 3 സഹാബികളെ വിളിച്ചിട്ട് പറഞ്ഞു, യുത്തു റൗദത ഖാഖ്. മദീനത്തുനിന്ന് മക്കത്തേക്ക് പോകുമ്പോൾ ആ വഴിയിൽ ഖാഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സുപ്രസിദ്ധമായ ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ വേഗം പോണം. ഫഇന്ന ഫീഹാ ലഈനതൻ. അവിടെ ഒരു യാത്രക്കാരി പമ്പറന്നോളുണ്ട്, യാത്ര ചെയ്ത് പോണ ഒരു പെണ്ണുണ്ട് അവിടെ. വമഅഹാ കിതാബ്, അവളെ കൂടെ ഒരു എഴുത്തുണ്ട്. ഇലാ മിൻ ആതിബ് ബിൻ അബീ ബൽതഅത്ത്. ആതിബ് ബിൻ അബീ ബൽതഅത്ത് കൊടുത്തയച്ച കത്താണ് ഇലാ ഉളമായ ഖുറൈശ്. ഖുറൈശികളിൽ നിന്നുള്ളതായ മുശ്രിക്കീങ്ങളാവുന്ന പ്രമുഖരിലേക്ക് ആതിബ് ബിൻ അബീ ബൽതഅത്ത് കൊടുത്തയച്ച കത്താണ്. ആ കത്ത് പോയി പിടിക്കണം എന്ന് പറഞ്ഞു. ഉടനെ അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഈ 3 സംഘം വളരെ ധൃതിയിൽ പോയി അവിടെ എത്തിയപ്പോ ഈ പെണ്ണുണ്ട് അവിടെ. പെണ്ണിനോട് പറഞ്ഞു, അഖ്രിജിൽ കിതാബ്, എടി ആ കത്ത് ഇങ്ങോട്ട് പുറത്താക്കി എടുക്കുക എന്ന് പറഞ്ഞു.
അപ്പൊ അവൾ എന്ത് പറഞ്ഞു എന്നറിയോ? അലി റളിയല്ലാഹു അൻഹുവിനോട് മാ മഈ കിതാബ്, എന്ത് കത്ത്, അയ്യ കിതാബ്, എന്ത് എഴുത്താങ്ങളെ ചോദിക്കണത്? മാ മഈ കിതാബ്, എന്റെ അടുത്ത് അങ്ങനത്തെ ഒരു എഴുത്തേ എന്റെ കയ്യിലില്ല. അയ്യ കിതാബ്, എന്ത് കിതാബ് നിങ്ങൾ ചോദിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടി ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാന്റെ റസൂല് പൊള്ളു അറിയില്ല. റസൂള്ള പറയണത് സത്യേ റസൂള്ള പറയുള്ളൂ. റസൂള്ള പറഞ്ഞ് എന്റെ അടുത്ത് എഴുത്തിടുന്ന റസൂള്ള പറയണത്. അപ്പൊ നീ എന്താക്കണം, ആ എഴുത്തെടുത്തോളണം. എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിന്റെ തുണി ഊരി ഞങ്ങൾ വഷളാക്കുന്നതാണ്. തുണി ഊരി വഷളാക്കാൻ പറഞ്ഞതല്ല. അലി റളിയല്ലാഹു അൻഹു കണ്ണി കണ്ട പെണ്ണുങ്ങളെ മുഴുവൻ തുണി ഊരി വഷളാക്കുന്ന ആളല്ലല്ലോ. അപ്പൊ തുണി ഊരി വഷളാക്കുമെന്ന് പറഞ്ഞാൽ ഇവളെന്താവും, എഴുത്തെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് തുണി ഊരി വഷളാക്കുന്നത്. അപ്പൊ ഇവളെ ഇവളെ മുടിക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് എഴുത്തെടുത്തു കൊടുത്തു. ഈ എഴുത്തേറ്റ് അലി റളിയല്ലാഹു തആല അൻഹു അതാ വരുന്ന റസൂലുള്ളാഹിന്റെ അടുത്ത്. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ഈ എഴുത്ത് കൊടുത്തു. ഈ എഴുത്ത് കൊടുത്തപ്പോഴേ അവിടെ ഈ എഴുത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹി ആതിബിനെ വിളിച്ചു. ആതിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, മാ ഫഅല മാ ഹാദാ യാ ആതിബ്, ആതിബേ ഇത് എന്തൊരു പണിയാണ്, എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പൊ ആതിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞത് എന്താണെന്നറിയോ? നബിയെ, ഞാൻ മുർത്തദ്ദാവണം എന്ന് വിചാരിച്ച് ചെയ്ത സംഗതിയല്ല ഇത്. പിന്നെ എങ്ങനെ ചെയ്തതല്ല, നബിന്റെ എന്തെങ്കിലും രഹസ്യങ്ങൾ അവർക്ക് എത്തിക്കണം എന്നുള്ള നിലക്കും ചെയ്തതല്ല. പിന്നെന്തിനാ ചെയ്തിക്കണത്? ഇയാൾ ഈ എഴുത്ത് കൊടുത്തയച്ചത് അതിനൊന്നും അല്ല എന്നാ മൂപ്പര് പറയണത്. നബിനെന്തിനെ കൊടുത്തയച്ചു? മൂപ്പര് പറഞ്ഞു, എനിക്ക് കുറച്ച് കുടുംബമുണ്ട് അവിടെ, എനിക്ക് മക്കളും കുട്ടികളുണ്ട്, ഞങ്ങൾ ഒരു ഒറ്റപ്പെട്ട കുടുംബമാണ്, ഞങ്ങളെ സഹായിക്കാൻ എന്തെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിന്, എന്റെ മക്കൾക്കും എന്റെ കുട്ടികൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കാൻ അവിടെ ആരുമില്ല ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട. ഇനിയുള്ള ആളുകൾ ഞങ്ങളെ സഹായിക്കൂലും മറ്റുള്ളവരൊന്നും. കാരണം എന്താ, ആതിബ് മുഹമ്മദിന്റെ കൂടെ ഹിജ്റ പോയ ആളാണ്, ഓന്റെ കുടുംബത്തെ നമ്മൾ സഹായിക്കണ്ടെന്ന് പറയും. നബിന്റെ കൂടെ ഹിജ്റ പോകുന്ന എല്ലാവർക്കും അവർക്കൊക്കെ അവിടെ കുടുംബങ്ങളുണ്ട്, അവർക്ക് എന്തെങ്കിലും പ്രയാസം എത്തുകയാണെങ്കിൽ അവർ സഹായിച്ചും ചെയ്തോളും. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചതെന്നറിയോ? ലഅല്ലി അൻ അത്തഖിദ ഫീഹിം യദൻ യഹ്മുന ബിഹാ ഖറാബതി, ഞാൻ അവരിൽ ഒരു പ്രത്യേക ഒരു പിടുത്തുണ്ടാക്കുക. എങ്ങനത്തെ പിടുത്തം എന്നറിയോ? ആ പിടുത്തം മുഖേന ഞാൻ എന്റെ കുടുംബത്തിനെ സൂക്ഷിക്കാനുള്ളതായ, എന്റെ കുടുംബത്തിനിക്ക് സംരക്ഷണം നൽകാനുള്ളതായ ഒരു മാർഗമാണ് ഞാൻ സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഈ എഴുത്ത് വഴിയൊന്ന് പിടിക്കും. മൂപ്പര് പറഞ്ഞതിന്റെ അർത്ഥതാ, മൂപ്പര് അങ്ങനെ സ്പഷ്ടമായി പറഞ്ഞിട്ടില്ലെങ്കിലും ആതിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ അർത്ഥതാ, ഈ എഴുത്ത് ഞാൻ കൊടുത്തയച്ചാൽ ഈ എഴുത്ത് അവിടെ എത്തൂല. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള എന്നോട് ബന്ധപ്പെട്ട, ഭരണത്തിനോട് ബന്ധപ്പെട്ട ചില രഹസ്യങ്ങളായതുകൊണ്ട് ഈ എഴുത്തോടെ എത്തൂല. ഈ എഴുത്ത് വഴിയെന്ന് പിടിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ വഴിയെന്ന് ഈ എഴുത്തിനെ പിടിക്കപ്പെട്ടാലും മതി, ഈ പെണ്ണ് അവിടെ ചെന്ന് പറയും. എന്താണെന്നറിയോ? ആതിബ് ഹിജ്റ പോയിട്ടുണ്ടെങ്കിലും അവൻ നിങ്ങളെ കൂടെ തന്നെയാണ്. കാരണം അവൻ എന്തോ മുഹമ്മദിന്റെ രഹസ്യം ചോർത്തും കൊണ്ടൊരു എഴുത്ത് കൊടുത്തയച്ചു, അതുകൊണ്ടാണ് ആ എഴുത്ത് വഴിയെന്ന് പിടിക്കപ്പെട്ടത്. അപ്പൊ മുഹമ്മദിന്റെ ഈ ആതിബിന്റെ കുടുംബത്തിനെ നിങ്ങൾ സഹായിക്കണം, കാരണം അവൻ നമ്മളെ കൂടെ തന്നെ ഉള്ളത്, അവന്റെ മനസ്സൊക്കെ ഇവിടെ തന്നെയാണ് നമ്മളൊപ്പം ഉള്ളത്. അവൻ കണ്ടില്ലേ മുഹമ്മദിന്റെ രഹസ്യം നമ്മൾക്ക് കൊടുത്തയച്ചല്ലോ. കൊടുത്തയച്ചത് നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? അത് വഴിയിൽ നിന്ന് പിടിക്കപ്പെട്ടു പോയി. അപ്പൊ വഴിയിൽ നിന്ന് പിടിക്കപ്പെട്ടു എന്ന് പറയലാണ് ആതിബ് ഇബ്നു അബീ ബൽതാഅത്തിന്റെ ഉദ്ദേശം. അപ്പൊ മൂപ്പര് കണ്ടോ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇഫ്അലൂ മാ ശിഅ്തും, അള്ളാഹു അവരോട് പറഞ്ഞു ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ചെയ്തോളിയും ബദരീങ്ങളെ. കാരണം അള്ളാഹ്ക്ക് ഉറപ്പാണ് ഇവർ ഈ ബദരീങ്ങൾ എന്താവൂല എന്നറിയാം, അള്ളാഹ്ക്കും റസൂലിനും ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യൂല. ഈ ആതിബ് ഇബ്നു അബീ ബൽതാഅത്തും അങ്ങനത്തെ ഒരു പണി ചെയ്തിട്ടില്ല. മൂപ്പര് ചെയ്തത് എന്താണ്? എഴുത്ത് പിടിച്ചോ, എഴുത്ത് പിടിച്ചാലും മതി മൂപ്പരെ കാര്യം രക്ഷപ്പെടാൻ, മക്കളെ പോലും നോക്കിക്കോളും. കാരണം ആതിബ് നമ്മളെ കൂടെ എന്നുള്ളൊരു വിശ്വാസം അവരിൽ ഉണ്ടാക്കാനാണ് ആതിബ് ഇബ്നു അബീ ബൽതാഅത്ത് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്ര വലിയ മഹത്തുക്കളാവുന്ന ഈ ബദരീങ്ങൾ, അവർക്കുള്ളതായ അസ്മാക്കൾ, ആ അസ്മാക്കൾ ഒരു പുണ്യമായ ദിക്റുകളെ കൂടത്തിൽപ്പെട്ടതായ ഒരു പ്രധാനപ്പെട്ട ദിക്റാണ്. ഇങ്ങനത്തെ എല്ലാ ജാതി ദിക്റുകളും ചൊല്ലി ഹൃദയത്തിനെ നമ്മൾ വിശുദ്ധാക്കിയിട്ടില്ലെങ്കിൽ മഹാനാവുന്നതായ ഇമാം റാസി തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ, മനുഷ്യനിക്ക് ദിക്റിനെ തൊട്ട് മനുഷ്യൻ അകന്നു നിന്നാൽ അവിടെ ഉണ്ടായിത്തീരുന്നത് എന്താണെന്നറിയോ? വമാ സഹല യൻതഖിലു മിൻ റഗ്ബത്തിൻ ഇലാ റഗ്ബത്തിൻ വമിൻ ത്വലബിൻ ഇലാ ത്വലബ്. ഭൗതികമാവുന്ന ഓരോ ആഗ്രഹങ്ങളാണ് ഈ കാരം മനുഷ്യൻ. പെരുണ്ടാക്കിയാൽ തോന്നും പെരത് പോരാ, വീടുണ്ടാക്കിയാൽ തോന്നും ഇതുപോലെ ഒന്നുകൂടി വികസിപ്പിക്കണം. അപ്പൊ അതിനുള്ളതായ മാർഗമാണ് ഈ കാരം. അതല്ല, സ്ഥലം വാങ്ങിയാൽ ഈ സ്ഥലം പോരാ, ഇനി കുറച്ചുകൂടി സ്ഥലം വേണം തോന്നും, വസ്ത്രവും എല്ലാം അങ്ങനെ തന്നെ. അപ്പോ മിൻ ത്വലബിൻ ഇലാ ത്വലബ് വമിൻ റഗ്ബത്തിൻ ഇലാ റഗ്ബത്ത്. ഓരോ ആഗ്രഹം ഇവിടുന്ന് കഴിയൂല. ഈ ദിക്റിനെ തൊട്ട് അകന്ന് ജീവിച്ചാൽ ഉണ്ടാവുന്ന സ്വഭാവത, ദിക്റിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചാലോ ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തും.
എത്തി 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 ദിക്റുകളെ കൊണ്ട് ലോകം മുഴുവനും കീഴടക്കാൻ സമുദ്രത്തിന്റെ മേലെ നടക്കേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ അപ്പൊ അവിടെ അതിനിക്ക് തോണിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ കപ്പലിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ബോട്ടിന്റെ ആവശ്യമില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എപ്പോഴും സമുദ്രത്തിൽ കൂടി കപ്പലില്ലാതെ നടക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ തോണി. അങ്ങനെയാണെങ്കിൽ മൂസാ നബി ഖദർ വലിയുള്ളായി തങ്ങൾ ആ കപ്പൽ കയറാൻ നിൽക്കണം. അത് സ്വാഭാവികമാണോ? കപ്പലുള്ളടത്ത് കപ്പലിൽ തന്നെ കയറുള്ളൂ. മുമ്പൊരു കഥ പറയാണ്ട്, ഇവിടെ പുതുപ്പറമ്പ് എന്ന് തന്നെ വാളക്കുളം പുതുപ്പറമ്പ് ഒരു സ്ഥലമുണ്ട്. ഞാനവിടെ ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ ദർശനം നടത്തുന്ന കാലത്ത് പിന്നെ ഏകദേശം ഒരു 125 കുട്ടികളുടെ അടുത്തു എൻ്റെ മുദരിസായ 2ാമത്തെ കൊല്ലത്തിൽ. അപ്പൊ അവരവിടുന്ന് ഒരു കഥ പറയുന്നത്, ആ സംഭവം കണ്ട ആളുകൾ എന്നോട് പറഞ്ഞ കഥ ഞാൻ അവരോട് പറയും. എന്നോട് മാത്രം പറയുക, ഈ കുട്ടികളൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം, ഓലൊക്കെ നാട്ടിൽ ഈ വിവരം എത്തട്ടെ. അവിടെ ഖലീബ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഖലീബ എന്ന് പറഞ്ഞാൽ അയാളൊരു ദഫ് കൊടുത്തിട്ട് നേരം വെളുക്കുമ്പോൾ മുട്ടാൻ പോകും, വൈകുന്നേരം വരും, എവിടെയെങ്കിലുമൊക്കെ മുട്ടി ഇഷ്ടമുള്ള 2-3 വീട്ടിൽ മുട്ടും. അവർ കുറച്ച് അരി കൊണ്ടും ആ അരി വേവിച്ച് തിന്നും, രാവിലെ പിന്നെയും പോകും. അപ്പൊ ആളുകൾ ഇയാൾക്ക് ഖലീബ ഖലീബ എന്ന് പേരിട്ടു. നല്ല മഴയുള്ള ദിവസങ്ങളിൽ പുതുപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നമ്മളെ ഇദ്രീസ് മുസ്ലിയാർ, സമസ്തന്റെ വൈസ് പ്രസിഡന്റായിരുന്ന ഇദ്രീസ് മുസ്ലിയാർ, സമസ്തന്റെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി തങ്ങൾ, ഇവരൊക്കെ രാജ്യമാണ്. അപ്പൊ വേങ്ങർന്ന് അങ്ങോട്ട് കടക്കണേ ഈ കടലുണ്ടി പുഴന്റെ മേലെ തോണി കൂടി കടക്കണം. അപ്പൊ നല്ല മഴയുള്ള ദിവസം ഇടിമഴയൊന്നായിട്ട് ഈ കടലുണ്ടി പുഴ നിറഞ്ഞൊഴുകിയിരിക്കണ്. ഈ ഖലീബ ഇങ്ങനെ വന്ന് നേരം വഴുകി വന്നപ്പോൾ ഇരുട്ടായി. അപ്പൊ ഇയാൾ ഇക്കരെ ഈ വലിയോറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇക്കരെ നിന്നിട്ട് അവിടെയുള്ള കടവേറിനെ കൂക്കി, അവിടെ തോണി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ തോണിക്കാരൻ ചോദിച്ചു, ആരാത്? ഇത് ഖലീബയാണെന്ന് പറഞ്ഞു. ആ ഖലീബയാണെങ്കിൽ ഇപ്പൊ തോണി കൊണ്ടുവരുന്നില്ല, കാരണം ഖലീബനെ കൊടുക്കുന്ന പൈസ ഇട്ടില്ല എന്ന് ഇയാൾക്കറിയാം. അപ്പൊ ഇയാൾ പറഞ്ഞു, ഖലീബ അവിടെ ഒന്നോളി, 1-2 ആൾക്കാർ കൂടി വന്നിട്ടുണ്ട് കൂക്കി, അപ്പൊ ഞാൻ തോണിയിട്ട് വരാം. കുറച്ച് കഴിഞ്ഞ് പിന്നെയും ഖലീഫ കൂക്കി. അപ്പോഴും ഇയാൾ ചോദിച്ചു, ആരെയുണ്ട ഖലീഫയെന്ന് ചോദിച്ചു. ആരുമില്ല. എന്നാൽ ചെൽക്കാതെ അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു ഖലീഫനോട്. ചെൽക്കാതെ അവിടെ നിന്നോന്ന് പറഞ്ഞു. ഖലീഫ അവിടെ തന്നെ നിന്നു. പിന്നെയും കൂക്കിയപ്പോൾ ഈ തോണിക്കാരൻ ചോദിച്ചു, ആരെങ്കിലും ഉണ്ടാവില്ല എന്ന്. അപ്പൊ തോണിക്കാരന് ദേഷ്യം പിടിച്ചു. തോണിക്കാരൻ പറഞ്ഞു, എടാ എന്നോടല്ലേ, ഞാൻ ആരെങ്കിലും 1-2 ആൾക്കാർ വന്നിട്ട് കൂക്കിയാൽ മതി. ഈ ഒറ്റക്ക് പിടുന്ന ഞാൻ എന്നെ കൊണ്ടുവരാൻ വേണ്ടി തോണി കണ്ട് കൊടുന്ന് ഇങ്ങോട്ട് കൊടുന്നാൽ ഈ തോണി കുത്തല് മുതലാവൂലല്ലോ, കാരണം ഈ ഒരു മുക്കാലും തരൂല, അതുകൊണ്ട് അവിടെ നിന്നോന്ന് പറഞ്ഞു. പിന്നെയും കൂക്കി ഖലീഫ. അപ്പൊ ഈ തോണിക്കാരൻ പറഞ്ഞു, ഖലീഫ എനക്കെന്തിനടാ തോണി, ഞാൻ ആ ദഫ് ഇട്ടിട്ട് കടന്നാളെന്ന് പറഞ്ഞു. തമാശാക്കിയതാണ്. അപ്പൊ ഖലീഫക്ക് മനസ്സിലായി, ഇവൻ തോണി കൊണ്ടുപോയില്ല, എനിക്ക് അക്കരെ കടക്കും വേണം. അപ്പൊ ദഫ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഖലീഫക്ക് കടക്കാൻ, ആ വെള്ളത്തിന്റെ മേലെ തന്നെ കടക്കാം. ഇനി ഓൻ പറഞ്ഞോളം തന്നെ ദഫ് ഇട്ട് കടക്കാന്ന് വിചാരിച്ച് മൂപ്പര് ഈ ദഫോടെ വെള്ളത്തിലിട്ട് നല്ല ഒഴുകണ വെള്ളം, ദഫ് മൂപ്പര് ഒഴുകി പോണില്ല, നേരെ കരുക്ക വരുന്നുണ്ട്. അപ്പൊ ഈ കടവ് നടത്തിനായി തോണി കൊണ്ടുപോകണം അവനും അവന്റെ 2-3 ചങ്ങാതിമാരും ഒരു റാന്തല് വെളുക്കവിടെ കത്തിച്ച് വെച്ചിട്ട് അവിടെ ഇന്ന് ഇങ്ങനെ സ്വർക്കണം. ആ സ്വർക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ വരുന്നു മിന്നിന്റെ വെളിച്ചത്ത് കൂടി. അപ്പൊ ഇങ്ങനെ ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ ഇത് ഖലീഫയാണ്. എടാ ഖലീഫയാണോ ഈ വരേണ്ടത്, ഇത് നമ്മൾ വിചാരിച്ച ഖലീഫ അല്ലല്ലോ എന്ന് കണ്ടോ. ഇതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര്. അവര് ദിക്ർ ചെല്ലിയ അവര് ശരീഅത്തിന്റെ എല്ലാ ആദാബ് മര്യാദകളെ സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ, ചില ഔലിയാക്കന്മാരെ അങ്ങനത്തെവരല്ലാത്തവരുണ്ടാവും കേട്ടോ. അപ്പൊ അവരോട് നമുക്ക് പിൻപറ്റാൻ പറ്റൂല. അപ്പൊ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ മജ്ദൂബികളാവുന്ന ചില ആളുകളുണ്ടാവും. അവരെന്തോ ഒരു രോഗത്തായിരിക്കും, അവരോട് തഗ്രീഫില്ല, നിസ്കരിച്ചോന്നില്ല, നോമ്പ് പറ്റോന്നും ഉണ്ടാവില്ല. അപ്പൊ അവര് നോമ്പിന് കഞ്ഞി കുടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇജ്ജ് കഞ്ഞി കുടിച്ചാൽ അവരെ കൂടെ കുടിക്കാൻ പറ്റൂല എന്ന്, അവരെ പിൻപറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതാ. പക്ഷെ അവർ വലിയ ആളുകളായിരിക്കും, അവരോട് എനിക്ക് ദ്വാരക്കാൻ പറഞ്ഞോ കുഴപ്പമില്ല, അവർ ദ്വാരന്നാലേ എനിക്ക് ഇജാബത്തുണ്ടാവും. അങ്ങനത്തെ എന്ന് പറഞ്ഞില്ലേ, കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നണേ. നിങ്ങളെ മുന്നിൽ യാതൊരു സ്ഥാനമില്ലാത്ത എത്ര ആളുകളുണ്ടാവും. അവർ അള്ളാഹുവിനെ പിടിച്ചതുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞാൽ പഠിച്ച തമ്പുരാനെ ഇത് സാധിപ്പിച്ചു കൊടുക്കുന്നു തന്നെ അത് നടക്കാനേ ചെയ്യും. അങ്ങനത്തെ ആളുകളുണ്ടാവും, അതില്ല അന്ന്. പക്ഷെ നമ്മൾ പിൻപറ്റാൻ വയ്യാലെ കൂടേണ്ടവന്റെ അടുത്ത് ശരിയായിട്ട് ശരിക്കുണ്ടോ നോക്കുക. അതില്ലെങ്കിൽ എവിടെ ഉള്ളവനാണെങ്കിലും ഏത് നാട്ടുകാരനാണെങ്കിലും ഓനെ തള്ളപ്പെടേണ്ടത് തന്നെയാണ്. ശരീഅത്തിനോട് എതിരല്ലാത്ത എല്ലാ തരീഖത്തും അത് മർദൂദത്താണ്, അത് തള്ളപ്പെടേണ്ടതാണ്. പിന്നെ അവർ മരിച്ചതിന് ശേഷം അവിടെ വലിയ മൗലൂദ് കഴിച്ച് ദിക്ർ കഴിച്ച ആളുകൾ കൂടുന്നുണ്ടെന്നൊന്നും പറഞ്ഞത് അത് അവന്റെ തരീഖത്ത് നല്ലതാണെന്നുള്ളതിനോ അല്ലെങ്കിൽ അവൻ നല്ലവനാണെന്നുള്ളതിനുള്ള ലക്ഷ്യമല്ല, യാതൊരു സംശയമില്ല എവിടെയാണെങ്കിലും.